തവണയെങ്കിലും കണ്ട സിനിമകൾ വീണ്ടും തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത് എന്തിനായിരിക്കും? മുൻപ് പരാജയപ്പെട്ടതാണെങ്കിൽ പോലും വർഷങ്ങൾക്കിപ്പുറം വിസ്മയം പോലെ ഒരു മടങ്ങിവരവിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തിനായിരിക്കും? അതിന് പലർക്കും പല കാരണങ്ങളുണ്ടാകും. പ്രേക്ഷകർക്കത് തിയേറ്റർ എക്സ്പീരിയൻസ് ആകാം, ഫാൻ മൊമെൻ്റ് ആയിരിക്കാം, നിർമ്മാതാക്കൾക്ക് അവരുടെ കോൺഫിഡൻസ് ആയിരിക്കാം, പരാജയപ്പെട്ട സിനിമകളാണെങ്കിൽ അത് വീണ്ടും പ്രൂവ് ചെയ്യണമെന്ന നിർബന്ധമായിരിക്കാം. എന്തായിരുന്നാലും അടുത്ത കാലങ്ങളിൽ റീ റിലീസുകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകളിൽ സൃഷ്ടിക്കുന്ന ഓളം ചെറുതല്ല. തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമൊക്കെയാണ് റീ റിലീസ് ട്രെൻഡുകൾ വ്യാപകമായിരുന്നത്. എന്നാൽ ഇപ്പോൾ മോളിവുഡിലും ഇതേ കാറ്റടിക്കുന്നുണ്ട്. താരങ്ങളുടെ ജന്മദിനത്തിലും പ്രത്യേക ദിനങ്ങളിലും പഴയ സിനിമകൾ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന പതിവിൽ നിന്നും മാറി മികച്ച ക്വാളിറ്റിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തി റിലീസ് ചെയ്യുന്നതാണ് പുത്തൻ ട്രെൻഡ്. റിലീസായാലും റീ റിലീസായാലും ഒരു വ്യവസായമായിരിക്കെ സിനിമയ്ക്ക് മുടക്കിയ പണം കിട്ടിയേ തീരൂ. അത്തരത്തിൽ നേട്ടമുണ്ടാക്കിയ ചില റീ റിലീസ് സിനിമകളും അവയുടെ കളക്ഷനുകളും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. റീ റിലീസുകളിൽ മലയാളിക്ക് പ്രിയം വിൻറ്റേജ് മോഹൻലാലിനോടാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്ഫടികവും അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ദേവദൂതനും ഇനി ഇറങ്ങാനിരിക്കുന്ന മണിച്ചിത്രത്താഴും മോഹൻലാലിൻ്റെ തന്നെ. ഇതെൻ്റെ പുത്തൻ റൈബാൻ ഗ്ലാസാ എന്ന ഡയലോഗിൽ ആവേശം കൊണ്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. 28 വർഷങ്ങൾക്കിപ്പുറം ആടുതോമയും ചാക്കോ മാഷും പുനരവതരിച്ചപ്പോൾ മലയാളി സിനിമാ പ്രേമികൾക്ക് അതൊരു ഫാൻ മൊമെൻ്റായിരുന്നു. ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം 2021 ഫെബ്രുവരി 9-നാണ് വീണ്ടും തിയേറ്ററുകളിലെത്തിയത്. 1995 റിലീസ് ചെയ്ത ചിത്രം 4K ക്വാളിറ്റിയിൽ റീ റിലീസ് ചെയ്യുകയായിരുന്നു. സിനിമ വീണ്ടും എത്തിക്കാൻ സാങ്കേതികമായി ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമായിരുന്നു. ജിയോമെട്രിക്സ് എന്ന കമ്പനി വഴി ഏകദേശം 2 കോടി രൂപ ചെലവിട്ടാണ് പുതിയ സ്ഫടികം തിയേറ്ററുകളിൽ എത്തിച്ചത്. മമ്മൂട്ടിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫറിനൊപ്പം റിലീസിനെത്തിയ ചിത്രം ട്രാക്കിംഗ് റിപ്പോർട്ട് അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 77 ലക്ഷവും ആഗോള കളക്ഷനായി 1.2 കോടിയും ആദ്യ ദിനം തന്നെ സ്വന്തമാക്കിയിരുന്നു. 1.7 കോടി ബജറ്റിൽ നിർമ്മിച്ച് 1995 തിയേറ്ററുകളിൽ എത്തിയപ്പോൾ നേടിയത് 8 കോടിയോളമെങ്കിൽ 2023 അതിൻ്റെ ആഗോള കളക്ഷൻ 5 കോടിയോളമാണ്. ഒരു റീ റിലീസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്. മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ 24 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിലെത്തിയത്. 2000-ൽ റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നെങ്കിലും പിന്നീട് മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലൊന്നായി വാഴ്ത്തപ്പെട്ടു. വിദ്യാസാഗറിൻ്റെ സംഗീതമാണ് സിനിമയുടെ പ്രധാന ആകർഷണം. റീമാസ്റ്റേർഡ് റീ എഡിറ്റഡ് പതിപ്പായാണ് ദേവദൂതൻ്റെ പുതിയ പ്രിൻ്റ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ഓവർസീസിലും ദേവദൂതൻ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. കേരളത്തിലെ 56 തിയേറ്ററുകളിലാണ് ചിത്രം ആദ്യ ദിനം എത്തിയത്. തുടർന്ന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ തിയേറ്ററുകളുടെ എണ്ണം 100-ആയി ഉയർത്തുകയായിരുന്നു. മോഹൻലാൽ വീണ്ടും വിശാൽ കൃഷ്ണമൂർത്തിയായി എത്തിയപ്പോൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 30 ലക്ഷവും വേൾഡ് വൈഡ് കളക്ഷനായി 50 ലക്ഷവും ദേവദൂതൻ നേടിയെന്നാണ് റിപ്പോർട്ട്. റിലീസിനെത്തി 6 ദിവസം പിന്നിടുമ്പോൾ 2 കോടിയോളം ആഗോള കളക്ഷനുമായാണ് സിനിമ പ്രദർശനം തുടരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആദ്യ റിലീസിൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ചിത്രത്തിൻ്റെ നിലവിലെ കളക്ഷൻ ആശ്വാസകരമാണ്. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി കോംബോയിലെത്തിയ മണിച്ചിത്രത്താഴാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അടുത്ത ചിത്രം. 31 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ എത്തുന്നത്. മധുമുട്ടത്തിൻ്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം 1993-ലാണ് റിലീസിനെത്തിയത്. 1 വർഷത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുവെന്ന പ്രത്യേകതയും മണിച്ചിത്രത്താഴിനുണ്ട്. ചിത്രത്തിൻ്റെ റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഓഗസ്റ്റ് 17-ന് റിലീസ് ചെയ്യും. 4K ദൃശ്യമികവോടെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. E4 എൻ്റർടൈൻമെൻറ്റ്സും മാറ്റ്നി നൗവും ചേർന്നാണ് ചിത്രത്തിൻ്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. അതേസമയം ഈ വർഷം പകുതി വരെ തമിഴകത്തും റീ റിലീസിൻ്റെ തരംഗമായിരുന്നു. വിജയ് നായകനായി എത്തിയ ഗില്ലിയാണ് തമിഴിലെ ഈ വർഷത്തെ ശ്രദ്ധേയമായ റീ റിലീസുകളിലൊന്ന്. ട്രാക്കിംഗ് റിപ്പോർട്ട് അനുസരിച്ച് റിലീസിനെത്തിയ 2 ആഴ്ചയ്ക്കുള്ളിൽ 20 കോടി രൂപയിലധികം നേടിയ വിജയുടെ ഗില്ലി 50 ദിവസത്തോളമുള്ള തിയേറ്റർ റൺ അവസാനിപ്പിച്ചത് 30 കോടിയോളം രൂപ ആഗോള കളക്ഷനായി നേടിയാണ്. റീ റിലീസിൽ സിനിമകളുടെ കളക്ഷനിൽ റെക്കോർഡിട്ടുകൊണ്ടാണ് ഗില്ലി കളം വിട്ടത്. ഇന്ത്യയിൽ ഗില്ലിയുടെ കളക്ഷനേക്കാളും റീ റിലീസിൽ നേട്ടം കൊയ്തത് ഇതിഹാസ ചിത്രമായ ടൈറ്റാനിക് 3D മാത്രമാണെന്നാണ് റിപ്പോർട്ട്. ഗില്ലിയെ കൂടാതെ വിജയ് ചിത്രം ഖുഷി, അജിത്തിൻ്റെ മങ്കാത്ത, ബില്ല, കമൽഹാസൻ ചിത്രം ഇന്ത്യൻ, മണിരത്നത്തിൻ്റെ രാവൺ എന്നീ സിനിമകളും തമിഴകത്ത് റീ റിലീസിനെത്തിയിരുന്നു. 2024 ആദ്യ പകുതിയിൽ പുത്തൻ സിനിമകളൊന്നും ഹിറ്റാകാതെ വന്നതോടെ തമിഴ് സിനിമയ്ക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പഴയ സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് വരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ 2024-ൻ്റെ രണ്ടാം പകുതിയിൽ കോളിവുഡ് പുത്തൻ ഹിറ്റുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. റീ റിലീസുകൾ ട്രെൻഡായതോടെ ഒരു നിര സിനിമകൾ കൂടി മലയാളത്തിൽ പൺപുരയിലുണ്ടെന്നാണ് വിവരം.
ക്ലാസിക്കുകളായ വടക്കൻ വീരകഥ, ആറാം തമ്പുരാൻ, വല്യേട്ടൻ, കാലാപാനി, 1921, കിരീടം, പാലേരി മാണിക്യം എന്നിവയാണ് അവയിൽ മുൻനിരയിലുള്ളത്. പ്രിയപ്പെട്ട സിനിമകൾ വീണ്ടും ആസ്വദിക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ റീ റിലീസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ.